മലപ്പുറത്ത് ഇന്നുണ്ടായ അപകടം, ഇടിമിന്നൽ കൊണ്ട് 4 പേര് മരിച്ചത് വലിയ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കിയേ പറ്റൂ. ആദ്യമായി ചെയ്യേണ്ട കാര്യം സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുക എന്നതാണ്. വൈദ്യുതി ഉപകരണങ്ങൾ പരമാവധി ഒഴിവാക്കണം. വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളുടെയും വൈദ്യുതി വിച്ഛേദിക്കണം. വാതിലുകളും ജനവാതിലുകളൊക്കെ അടച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കണം. അതോടൊപ്പം വളർത്തുമൃഗങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇടിമിന്നലിൻ്റെ ലക്ഷണം കാണുമ്പോഴേക്ക് അവരെ അയച്ച് തൊഴുത്തിലേക്ക് മാറ്റി കെട്ടുക. ആ സമയത്ത് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത്, അത് വലിയ അപകടം ഉണ്ടാക്കും. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിൽപ്പെട്ടതാണ് ഈ മരങ്ങൾക്ക് ചുവടയും ടെറസ്, തുറന്ന വാഹനങ്ങൾ, ജലാശയങ്ങൾ. കാരണം ഇവിടങ്ങളിലേക്കൊക്കെ ഇടിമിന്നൽ വേഗത്തിൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി വിട്ടുനിൽക്കണം. ഇനി ഇങ്ങനെ നമുക്ക് മാറി നിൽക്കാനായി കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത തുറസായ സ്ഥലത്താണ് നമ്മളെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മുട്ട് കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് ആ ഇരുത്തം ഇരിക്കണം. ഈ സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്ന ദിക്ർ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അല്ലാഹു തആല ഖൈർ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ.